ഇവരുടെ സൗന്ദര്യ സങ്കല്പം ഇവർക്ക് കറുപ്പാണെങ്കിൽ ഇവർക്കൊരു കറുത്ത സ്ത്രീയെ കല്യാണം കഴിച്ച് മാതൃക കാണിച്ചാൽ എന്താ? അവിടെ അത് ചെയ്യണ്ടേ? അല്ലാണ്ട് സ്വയം വെളുപ്പിനെ കലാഭമണിയോട്ടം പറഞ്ഞ ഒരു ഇന്റർവ്യൂ എവിടെയോ കേട്ടിട്ട് ഓർമ്മ നിൽക്കുകയാണ്, ഞാൻ വെളുത്ത പെണ്ണെ കേട്ട് വെളുത്ത കുട്ടി ഉണ്ടാവാനാണെന്നുള്ളത്. അങ്ങനെ എവിടെയോ ഒന്ന് കേട്ട് തമാശ പറഞ്ഞതായിരിക്കാം ചില. ശങ്കരാചാര്യർ സംസാരിക്കുന്നു എങ്കിൽ, ശങ്കരാചാര്യർക്ക് ഇവര് പാദം കഴുകി പൂജിക്കുന്നു എങ്കിൽ ചണ്ടാളന്റെ കാലും കാലന്നെയാണ് കഴുകി പൂജിക്കണം തന്നെ. നമ്മൾ അങ്ങാടിപ്പുറത്ത് മറ്റേ സോപാന സംഗീതം, അയാൾ ഈ പറഞ്ഞ പോലെ അയാളുടെ അമ്മ മറ്റൊരു ജാതിയാണെന്നൊരു വിഷയം കൊണ്ട് അദ്ദേഹത്തെ ആ സോപാനത്തിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായി ഹരിഗീതം ഉണ്ടാക്കി പാടി അദ്ദേഹം ഇതെനിക്ക് വേണ്ട എന്നോട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ആളാണ്. അത് അദ്ദേഹത്തിന്റെ ജാതി നോക്കിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അതായിരിക്കണം ധീരത, അതായിരിക്കണം സമരം. ഈ പിന്തുണ കൊടുക്കുമ്പോൾ ഇതല്ല ഉണ്ടായി. അതുപോലെ സുരേഷ് ഗോപി വേദി കൊടുക്കുമ്പോൾ വരാന്ന് പറയുന്നു, പിന്നെ പണം എനിക്ക് വേദി ഉണ്ടെന്ന് പോണു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ ഒരു ആക്ഷേപമുണ്ട്. അത് സത്യത്തിൽ കലാമണ്ഡലം സത്യഭാമ ഉദ്ദേശിച്ചത് RLV രാമകൃഷ്ണന്റെ ജാതിയാണോ നിറത്തെയാണോ? അവരെന്താ ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങയുടെ കാഴ്ചപ്പാടിൽ എന്താണ്? ജാതീയ വേർതിരിവെന്നാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അതിനെ വിശേഷിപ്പിച്ചത്. അത് അവര് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അതിന്റെ ആകമൊത്തൊരു തുക വഹിക്കുമ്പോൾ ആ വ്യക്തിയെ ഉദ്ദേശിക്കുമ്പോൾ അതിൽ ജാതിയുമുണ്ട്. പക്ഷെ അവർ പറഞ്ഞൊരു ഒരു കോമൺ വിഷയമാണ്. അവർ പറഞ്ഞത് തെറ്റന്നെയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അവർ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ട്. അവർ പറഞ്ഞത് തെറ്റന്നെയാണ്, പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല. നല്ലൊരു കലാകാരനാണ്, അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം നമുക്കറിയാം ഒരു വേദന ഉള്ളവരാണ്, വേറെ വ്യത്യാസത്തിലാണെങ്കിൽ. ഇവിടെയാണ് സത്യഭാമ പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല. ഈ സൗന്ദര്യം എന്നൊരു കോളം ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഈ മത്സരിക്കുമ്പോൾ. ഇപ്പൊ ഈ മോളും മത്സരിക്കുകയാണ്, വേറൊരാളും മത്സരിക്കുകയാണ്. സൗന്ദര്യം എന്ന ഒരു കോളത്തിൽ വെളുത്ത കുട്ടിക്കും വെളുത്ത ആൾക്കാണ് മാർക്കിടുന്നത്. സൗന്ദര്യത്തിന്റെ മാനദണ്ഡം നിറമാണോ? അങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം എന്റെ ബാല്യകാലത്ത് നമ്മളുടെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അന്നൊരു നായരായിട്ടുള്ള ഒരു മാഷയുടെ ഒരു കുട്ടി കളിക്കുകയാണ്. കുട്ടി കറുത്തിട്ടാണ്. ആ കുട്ടി നന്നായി കളിച്ചു. ഞാൻ ഡാൻസ് പഠിച്ചതാണ്. അപ്പൊ ഡാൻസ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഡാൻസ് ടീച്ചറാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ തൊട്ടത്തിൽ അവർ കാണിച്ചത്. ആ ടീച്ചർ പോലും ഫസ്റ്റ് ആട്ടെ. പക്ഷെ ബാക്കി എന്താ ചെയ്യുന്ന വെച്ചാല് ഈ കുട്ടി കറുത്തത് കൊണ്ട് മാത്രം ആ കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കും. അത് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഫെയർ ആൻഡ് ലവ്ലി സൗന്ദര്യമാണ്. അപ്പോൾ സത്യഭാമ ടീച്ചർ പറഞ്ഞ ആ കാര്യം ആരും ഒരാളും ചർച്ച ചെയ്തില്ല. സത്യത്തിൽ അതുകൂടി ചർച്ച ചെയ്യണം. അയിമ ചെയ്യുന്നത് തെറ്റാണ്, അയിമ ആക്ഷേപിച്ചോളൂ, എന്ത് വേണം ചെയ്താൽ. ഇവിടെയാണ് സർക്കാർ എന്ത് വേണം, മാന്യമായിട്ട് ഈ കോളം അങ്ങോട്ട് മാറ്റണം. അല്ലെങ്കിൽ കോളത്തിൽ സൗന്ദര്യം എന്നുള്ളതിനെ ഇവര് നാട്യശാസ്ത്രത്തിലെ സൗന്ദര്യത്തെ അല്ല എടുക്കേണ്ടത്. എന്താ വെച്ചാൽ വേൾഡ് സുന്ദരി ആയിരിക്കുന്നത് പോലും കറുത്ത പെൺകുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഈ സൗന്ദര്യം എന്നുള്ളതിനെ ഇന്നത്തെ കിതാബ് പിടിക്കാതെ അങ്ങയുടെ മുഖത്ത് കാണുന്ന ഈ വെളുപ്പ് ജന്മനുള്ളതാണ്. അമ്മ വിളിച്ചിട്ട് അതുകൊണ്ടുള്ളതായിരിക്കാം. RLV രാമകൃഷ്ണന്റെ മുഖം കറുപ്പാണ്. അത് തന്നെയാണ് സത്യഭാമ പറഞ്ഞത്. ഞാൻ സത്യഭാമയുടെ ന്യായീകരണത്തോടെ ന്യായീകരിക്കരുത്. പക്ഷേ ഇന്നലെ കലാമണ്ഡലത്തിൽ RLV രാമകൃഷ്ണൻ നൃത്തം അവതരിപ്പിച്ചു. എന്തായിരുന്നു അന്നേരം RLV രാമകൃഷ്ണന്റെ നിറം? അതുകൊണ്ടാണ് നമ്മളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. RLVയുടെ ഇപ്പൊ നമ്മുടെ സമരം എങ്ങനെയായി, കറുത്തുടുത്ത് ആ എന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അതിനെ ഉന്നതി. അല്ലാതെ വിവേകാനന്ദനാവാൻ നാരായണ ശർമ്മയായിട്ടല്ല. ഇവിടെ RLV ചെയ്യേണ്ടത് എന്താ വെച്ചാൽ RLV കറുത്തവനാണെങ്കിൽ കറുത്ത് കളിക്കാൻ തയ്യാറാവണം. അവിടെയുള്ളൂ RLVയുടെ സമരം വിജയിക്കുന്നത്. മറ്റേതെന്താ വെച്ചാൽ RLV പൊട്ടിയും പൗഡർ ഇട്ടിട്ട് RLV കളിച്ചാൽ കളിക്ക് സൗന്ദര്യം ഈ വെളുപ്പല്ല എങ്കിൽ RLV ചെയ്യേണ്ട സ്വയം തിരുത്തുകയാണ്, കറുത്തവനായി കളി. ഈ ചോദ്യം RLV രാമകൃഷ്ണനോട് ഞങ്ങൾ നേരിട്ട് ചോദിച്ചു. RLV രാമകൃഷ്ണൻ പറഞ്ഞ മറുപടി ബാലിശമായി തോന്നി, സത്യമായും ബാലിശമായി. അദ്ദേഹത്തിനുള്ള വിത്ത് റെസ്പെക്ട്. അദ്ദേഹം പറയുന്നത് ഇതൊരു തിയേറ്റർ കളിയല്ല. തിയേറ്ററിൽ പോയി കളിക്കുന്നതാണ്. സിനിമയിൽ കാണുന്നത് പോലെ ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കിലിരിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയാണ് എന്റെ നിറം വെളുപ്പാകുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞു? എന്റെ നിറം വെളുപ്പാക്കി ഞാൻ കളിക്കുന്നത്. ഇവിടെ എന്താ ബാക്കിയുള്ളവർ നാടക നടന്മാരൊക്കെ കറുത്തിട്ട് അഭിനയിക്കുന്നില്ല. ആരും മുഖത്തെഴുത്തും മേക്കപ്പും അതിനുവേണ്ടി ആവശ്യത്തിനാണ്. ഇന്നലെ രാമകൃഷ്ണൻ കളിക്കുമ്പോൾ വെളുപ്പൽപ്പം കൂടുതലായിരുന്നു. അദ്ദേഹത്തിനൊപ്പം നിന്നാണ്. ഞാൻ കൃത്യമായി പറയട്ടെ, ഞാൻ നവകേരള ന്യൂസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ, ഞാൻ ജോലി ചെയ്യുന്ന ചാനലിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ അപ്പ് ചെയ്തത് ഈ വിഷയത്തിലാണ്. അല്ല അങ്ങനെയൊക്കെ പ്രതിഷേധം. മാതൃഭൂമി പത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്തിറക്കി വർഷങ്ങൾക്ക് ശേഷം. അത്രത്തോളം സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ കലാമണ്ഡലത്തിൽ പോയി കളിക്കുമ്പോൾ സത്യഭാമ പിടിച്ച കലാമണ്ഡലത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ നിറത്തിൽ കളിക്കാൻ. ഇവിടെയാണ് കറുത്തവർ എന്ന് പറയുന്ന പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കറുത്തവരാണ്, വെളുത്തവരെ കുറ്റമാണ്. IM വിജയൻ കല്യാണം കഴിച്ചത് കറുത്ത സ്ത്രീയാണോ വെളുത്ത സ്ത്രീയാണോ എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. കലാഭവൻ കല്യാണം കഴിച്ചത് കറുത്ത സ്ത്രീയാണോ വെളുത്ത സ്ത്രീയാണോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്കറിയില്ല. മുന്നോട്ടേക്ക് ചോദ്യം വെക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ ബിജുക്കുട്ടനാവട്ടെ കല്യാണം കഴിച്ചത് കറുത്ത സ്ത്രീയാണോ വെളുത്ത സ്ത്രീയാണോ? ധർമ്മജൻ, ഇവരൊക്കെ പട്ടികജാതിക്കാരെന്ന് എനിക്ക് അറിയേണ്ടാവുന്നത്. ധർമ്മജൻ കല്യാണം കഴിച്ചത് ഈ പറഞ്ഞ കറുത്ത സ്ത്രീയാണോ വെളുത്ത സ്ത്രീ? ഇവരുടെയൊക്കെ ജാതി പറയേണ്ടി വരുന്നത് തന്നെ ഏറ്റവും. ഇവരുടെ സൗന്ദര്യ സങ്കല്പം ഇവർക്ക് കറുപ്പാണെങ്കിൽ ഇവർക്കൊരു കറുത്ത സ്ത്രീയെ കല്യാണം കഴിച്ച് മാതൃക കാണിച്ചാൽ എന്താ? അവിടെ അത് ചെയ്യണ്ടേ?
അല്ലാണ്ട് ഇവര് സ്വയം വെളുപ്പിനെ കലാപമണിയോട്ടം പറഞ്ഞ ഒരു ഇന്റർവ്യൂ എവിടെയോ കേട്ടിട്ട് ഓർമ്മ നിൽക്കുകയാണ്, ഞാൻ വെളുത്ത പെണ്ണെ കേട്ട് വെളുത്ത കുട്ടി ഉണ്ടാവാനാണെന്ന്. അങ്ങനെ എവിടെയോ ഒന്ന് കേട്ടു, തമാശ പറഞ്ഞതായിരിക്കാം ചിലപ്പോ. പക്ഷെ മറിച്ച് ഇവരുടെ മനോഭാവം, ഇവർക്ക് പോലും കറുത്തതിന് ഈ പറഞ്ഞ പോലെ ഇവരുടെ കമ്പനിക്ക് തന്നെ കറുപ്പ് വേണ്ട. എന്നിട്ട് ഒരാളത് പറയുമ്പോൾ പൊള്ളേണ്ട ആവശ്യമില്ല. സമരം എപ്പോഴും എന്തായിരിക്കണം? സത്യസന്ധമായിരിക്കണം. അല്ലാണ്ട് എനിക്ക് വേദി കിട്ടാനോ എനിക്ക് പൂജ കിട്ടാനോ ആയിരിക്കരുത്, എനിക്ക് സീറ്റ് കിട്ടാനായിരിക്കരുത്. എന്റെ സമരത്തിന് ന്യായം വേണം. ആ ന്യായം RLVക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വേണം, RLVയുടെ സമരം സത്യസന്ധമാണെങ്കിൽ RLV കറുത്ത് കളിക്കണം. അപ്പോൾ പുറകിലൊടിക്കുന്നവൻ കാണുന്നില്ല എന്ന കാരണം കൊണ്ട് പുട്ടിയിടുകയല്ല, വേണമെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് അധികം ഇട്ട് വിയർത്ത് കളിച്ചോട്ടെ. അതാണ് ഇപ്പൊ ഞാൻ ഈ കൊടുങ്ങല്ലൂരിൽ പോയി ജയിലിൽ കിടന്നത്. എനിക്ക് അങ്ങനെയല്ലാണ്ട് സമരം ചെയ്യാം. നമ്മൾ ത്യാഗം ചെയ്യുമ്പോഴേ ഉള്ളൂ അതിന്റെ പൂർണ്ണത ഉണ്ടാവും. ത്യാഗം ചെയ്യാണ്ടൊന്നും സമരമില്ല. നാരായണ ഗുരുദേവന്റെ ജീവിതം ത്യജിച്ചുകൊണ്ട് ഇന്ന് പല മാറ്റങ്ങളുണ്ട്. അയ്യങ്കാളുടെ ത്യാഗമാണ്, ഗാന്ധിയുടെ ത്യാഗമാണ്, നമ്മളുടെ അംബേദ്കറുടെ ത്യാഗമാണ്, ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആളുകളുടെയൊക്കെ ത്യാഗമാണ്. ഇയാൾ ത്യാഗം ചെയ്യാൻ തയ്യാറല്ല. സംഭവം എന്താ? ഞാൻ പാണനോ പറയനോ എന്തോ ആണെന്ന് പറയും ഇവര്, ഞാൻ കറുത്തത് കൊണ്ടാണെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും ഇവർ? അതൊരിറ്റും മാറ്റില്ല. സ്വന്തം ഇപ്പൊ നമ്മുടെ ഹരിഗോവിന്ദനാ, നമ്മൾ അങ്ങാടിപ്പുറത്ത് മറ്റേ സോപാന സംഗീതം, അയാൾ ഈ പറഞ്ഞ പോലെ അയാളുടെ അമ്മ മറ്റൊരു ജാതിയാണെന്നൊരു വിഷയം കൊണ്ട് അദ്ദേഹത്തെ ആ സോപാനത്തിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായി ഹരിഗീതം ഉണ്ടാക്കി പാടി അദ്ദേഹം ഇതെനിക്ക് വേണ്ട എന്നോട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ആളാണ്. അത് അദ്ദേഹത്തിന്റെ ജാതി നോക്കിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അതായിരിക്കണം ധീരത, അതായിരിക്കണം സമരം. ഈ പിന്തുണ കൊടുക്കുമ്പോ നല്ലുണ്ടായി. അതുപോലെ സുരേഷ് ഗോപി വേദി കൊടുക്കുമ്പോ വരാന്ന് പറയുന്നു, പിന്നെ പണം എനിക്ക് വേദി ഉണ്ടെന്ന് പോണു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ വരില്ല, അല്ലെങ്കിൽ വരണം. രാഷ്ട്രീയ പ്രേരിതമാകരുത്. അതിലൊക്കെ അതൊക്കെ എന്താ വെച്ചാൽ വേദി കൂടി ആഗ്രഹിക്കുന്നു എന്നുള്ള, മറ്റൊരുത്തന്റെ കയ്യടി ആഗ്രഹിച്ചുകൊണ്ട് സത്യത്തിൽ സാമൂഹികമായ ധർമ്മസമരങ്ങൾ നയിക്കാൻ പറ്റില്ല. ചണ്ടാളബാബയാലും ശരി, സന്യാസിമാരുടെ വേദിയിൽ പോയി, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ വേദിയിൽ പോയി, അല്ലെങ്കിൽ പിണറായി വിജയന്റെ വേദിയിൽ പോയി, നരേന്ദ്രമോദിയുടെ വേദിയിൽ പോയി, എന്നാ ശരി മിണ്ടാണ്ടിരിക്കുക എന്നല്ല. പക്ഷേ താങ്കൾ ആ സന്യാസിമാരുടെ വേദിയിൽ ഒരു ഇതിനെതിരെ അവിടെ നിന്ന് പ്രസംഗിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അതൊരു പക്ഷേ വാർത്തയായനെ. അത് താങ്കളൊരു വേദി ഒരുക്കാന്ന് കരുതാ, എനിക്ക് ആ സംസാരിക്കാൻ എന്നെ ക്ഷണിക്കുകയും എന്നെ സംസാരിക്കാൻ എനിക്ക് സമയം തരികയും വേണം. ആ വേദിയിൽ താങ്കൾ കണ്ടതാണ്. അവസാനത്തെ വേദിയിലും ചിദാനന്ദപുരി സ്വാമിയാണ് സംസാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവര് തന്നെ പറയും നായര് മുതൽ നമ്പൂരി വരെ എന്ന് പറയും, അല്ല നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറയും. അപ്പോൾ നായരോ നമ്പൂരിയോ സംസാരിച്ചാൽ നായാടിക്ക് സംസാരിക്കാനും വേദി തരണം. ശങ്കരാചാര്യ സംസാരിക്കുകയാണെങ്കിൽ എനിക്കും സംസാരിക്കാൻ വേദി വേണം. ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറയുന്നതിനകത്തൊരു തെറ്റില്ല. തെറ്റുണ്ട്. സമൂഹം മുതലില്ല. ഇപ്പൊ നായരും നായാടി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് മുതലൊന്നുമില്ല. ആരോഹണം അവരോഹണം വേണ്ട, ആരെ മുന്നിൽ വേണ്ട. അതുകൊണ്ടാണ് വേണ്ടത്. ശങ്കരാചാര്യർ സംസാരിക്കുന്നു എങ്കിൽ, ശങ്കരാചാര്യക്ക് ഇവര് പാദം കഴുകി പൂജിക്കുന്നു എങ്കിൽ, ചണ്ടാളന്റെ കാലും കാലന്നെയാണ് കഴുകി പൂജിക്കണം തന്നെ എന്റെ ആവശ്യം. അപ്പൊ നിങ്ങളെയാണോ? ഞാൻ എന്നെയല്ല, ചണ്ടാളനെ എന്നേ പറഞ്ഞിട്ടുള്ളൂ.